പ്രാർത്ഥന ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പറയാനുണ്ടായ കാരണം, ഈ സദസ്സുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ വളരെ പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. ഇപ്പൊ അവസാനം ഞാൻ ഈ പട്ടയമേളയിൽ മഞ്ചേരിയിൽ വെച്ച് 2 മന്ത്രിമാരുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ MLA-മാരുണ്ട്. അവിടെ ഈ മുട്ട് അല്ല, ഈ ഒരു കാല് പാദം തൊട്ട് അര വരെ പ്ലാസ്റ്റർ ഇട്ടൊരു വ്യക്തി ആ സദസ്സിന്റെ മുന്നിലിരിക്കുക. ഈശ്വര പ്രാർത്ഥന തുടങ്ങുമ്പോൾ എല്ലാവരും എണീക്കണം. അപ്പൊ അദ്ദേഹം ഒരു 5 മിനിറ്റ് ആ കാലിങ്ങനെ പിടിച്ച് നിൽക്കുന്നതിന്റെ കൺമുമ്പ് കാണുക. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്തു, നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും വിശ്വാസമില്ലവരും ഇല്ലാത്തവരും ഒക്കെ സർക്കാരിന്റെ പൊതുപരിപാടിയിലുണ്ടാവും. അതോടൊപ്പം ഈ ഒരു 5 മിനിറ്റ് അതിന് പോവും. ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന നടന്ന എത്ര മിനിറ്റ് പോവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പണ്ട് തുടർന്നു പോരുന്ന ഒരു സംവിധാനമാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഈ സർക്കാർ ചടങ്ങുകളിൽ ഒരു പ്രാർത്ഥനയും ഉണ്ടാവരുത് എന്നാണ്. കാരണം നിലപാട് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇവിടെ ബാങ്ക് വിളിച്ചു. 1 മിനിറ്റ് 1.5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഈ അങ്ങാടികളിലൊക്കെ എല്ലായിടത്തും ബാങ്ക് വിളിക്കുക. സത്യത്തിൽ ഇതിൽ സാമുദായിക നേതാക്കന്മാർ ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഒരു ഒറ്റ സമയത്ത് ഒരു ബാങ്കിന്റെ കാര്യത്തിലെങ്കിലും ഈ മുജാഹിദും സുന്നിയും ജമാഅത്തും അല്ലാത്തവരും ഒക്കെ ഒന്നൊരുമിച്ചിട്ട് ഒരു സമയത്ത് അതാക്കാനുള്ളൊരു പരിശ്രമം, അതിനുള്ളൊരു ആലോചന ആ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവം ബഹുമാന്യരും ആദരണീയരുമായ എല്ലാ സാമുദായിക നേതാക്കളോടും വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ്.